Hello guys, here is Kailas and welcome back to my YouTube channel Go with Kailu guys. അപ്പോൾ ആദ്യം തന്നെ എല്ലാ മക്കൾക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ഓണം വാഴ്ത്തുക്കൾ നേരുന്നു. ഗൈസ് ഞാൻ തമിഴൊക്കെ പറയുന്നു, ഞാൻ ഇപ്പം തന്നെ മനസ്സിലാക്കണം ഞാനൊരു ഓവർ ടാലൻറ്റഡ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഞാനിപ്പം റീൽസ് ഇട്ടപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ. ഞാൻ നേരത്തെ ഒരു ഗ്ലോ അപ്പ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ടോട്ടലി ഞാൻ എങ്ങനെയാണ് ഒരു 2-3 വർഷത്തെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ പണ്ടത്തെ കുറേ പിമ്പിൾസ് ഒക്കെ വന്ന ഇതിൽ നിന്ന് മാറി ഇങ്ങനെ ആയതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ എല്ലാവരും ചോദിച്ചതെന്ന് വെച്ചാൽ ലൈക്ക് മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ, നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ അതൊക്കെ പറഞ്ഞു തരാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊന്ന് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. റീൽ ഇട്ടപ്പോൾ അതിലെനിക്ക് ഫുൾ എല്ലാം കൂടി പറയാൻ പറ്റിയില്ല. ബിക്കോസ് ലൈക്ക് റീൽസിന് 1.5 മിനിറ്റല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഇങ്ങനെ അലപ്പ് നിൽക്കത്തില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അത് തീരത്തില്ല. ഞാൻ പറഞ്ഞ് തീരത്തില്ല. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ അതുകൊണ്ടൊരു യൂട്യൂബ് വീഡിയോ ഇടാൻ വേണ്ടി കുറച്ച് പേര് പറഞ്ഞായിരുന്നു. അപ്പം അവർക്ക് വേണ്ടി ആണ് ഇടുന്നത്. ഓക്കെ, പറയാത്തവർ കാണണ്ട, അല്ല എല്ലാവരും കാണണം. ഓക്കെ, പറയാത്തവരും കാണണം. ഓക്കെ, അപ്പം ഞാനിപ്പം റീസെൻ്റ്ലി ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയാൻ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ നേരത്തെ പറയുന്നത് റീൽസിലൊക്കെ എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് അല്ല ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കുറച്ച് പുതിയ പ്രോഡക്ട്സിലേക്കൊന്ന് മാറ്റി, ലൈക്ക് നമ്മളങ്ങനെ ചേഞ്ച് ചെയ്യണമല്ലോ. ഇപ്പം നമ്മൾ റിസൾട്ട് കൂടുതലുള്ള സാധനങ്ങൾ കൂടുതൽ യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ സാധനം ഉപയോഗിച്ച് തുടങ്ങിയത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ പ്ലമ്മിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സാണ് കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര റിസൾട്ട് വന്നിട്ടുണ്ട്. കാരണം എൻ്റെ സ്കിന്നൊക്കെ ഇപ്പോൾ തൊട്ടുമ്പോൾ എന്തൊരു സോഫ്റ്റ് പഞ്ഞി തൊടാൻ പോലെ ഇരിക്കുന്നു. ഓക്കെ, അപ്പം സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ്സാണ്. അപ്പം എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഈ സമയം ഇപ്പം എന്താ സമയം 1:30 നട്ടുച്ചയാണ് ഉച്ചയ്ക്ക്. ഓക്കെ, നട്ടുച്ചയ്ക്ക് എനിക്ക് സ്കിൻ കെയർ ചെയ്ത് ഞാൻ രാവിലെ ചെയ്തതാണ്, എനിക്ക് രാത്രി ചെയ്യണം. അപ്പം ഞാനൊന്നും കാണിക്കുന്നില്ല, ഞാൻ ചെയ്യുന്നത് കാണിക്കുന്നില്ല. ഓക്കെ, പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലൈക്ക് നമ്മൾ ആദ്യം എണീറ്റിട്ട് ഞാൻ ചെയ്യുന്നത് ഓക്കെ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കണം. തല ചൂടാക്കി വെച്ച് വെള്ളം കുടിക്കണം. അത് ഭയങ്കര നല്ല കാര്യമാണ്. കുടിച്ചതിന് ശേഷം ഒന്നില്ലെങ്കിൽ നമുക്ക് ഐസ് റോളർ വാങ്ങാൻ കിട്ടും, ഐസ് റോള് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം ചിലവർ പറയും ഐസ് റോള് ചെയ്തുകൂടെ, ഹാംഫുള്ളാണെന്നൊക്കെ പറയും. എനിക്കറിയില്ല, എനിക്ക് അത്ര ഹാംഫുള്ളാണെന്ന് എനിക്ക് ഐഡിയ ഇല്ല. കാരണം ഞാൻ പണ്ടേ ചെയ്യാൻ തുടങ്ങി, എനിക്ക് ഭയങ്കര റിസൾട്ട് തന്നിട്ടുള്ള സംഭവമാണ് ഐസ് റോൾ. നമുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ഭയങ്കര വലിഞ്ഞ തൊലിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ടൈറ്റ് ആവുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ് റോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്നത് ഒരു ഐസ് ട്യൂബൊക്കെ അല്ലെങ്കിൽ ഐസ് വാട്ടർ എടുത്ത് നമുക്ക് ഡിപ്പ് ചെയ്യണം. ഇപ്പം നമ്മുടെ ആലിയ ഭട്ടിൻ്റെ ആയാലും ദീപിക പതുക്കോൻ്റെ ആയാലും സ്കിൻ കെയർ റൊട്ടീനിലൊക്കെ അവർ കാണിച്ചിട്ടുള്ള സംഭവം അവരെല്ലാം യൂഷ്വലി എല്ലാവരും ട്രൈ ചെയ്യുന്നതാണ് ഡിപ്പ് ചെയ്യുന്ന ഫേസും. അടുത്ത നല്ലൊരു ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകണം. ഓക്കെ, ഞാനിപ്പോൾ കറൻ്റ്ലി എൻ്റെ ബാത്റൂമിലാണ് ഫേസ് വാഷ് ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് താഴെ പോകാൻ പറ്റും. ബാക്കിയെല്ലാം ഞാൻ എടുത്തത്. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ റൈസ് വാട്ടറിനാണ്. ഇപ്പം റൈസ് വാട്ടർ എല്ലാ കൊറിയൻ സ്കിൻ ഹാക്സ് നമ്മൾ നോക്കിയാലും അവരുടെ മെയിൻ പ്രോഡക്റ്റ്സ് ആണ് റൈസ് വാട്ടർ. ഓക്കെ, അവർ ഭയങ്കരമായിട്ട് റൈസ് വാട്ടർ ഉപയോഗിക്കണം. നമുക്ക് റൈസ് വാട്ടർ അറിയാൻ ഭയങ്കര അടിപൊളി സംഭവമാണ്. ഈ ചോറോ പാലൊക്കെ വെച്ചുള്ള നമ്മൾ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബ്രൈറ്റിങ്ങും ഭയങ്കര റിസൾട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പം ഇതും അതേ റൈസ് വാട്ടറിൻ്റെയാണ്. 2% നൈസിനമേഡുള്ള. ശരിയായി, എനിക്കിതൊന്നും വരില്ല. ഞാൻ ചുമ്മാ ഇരുന്ന് ഒരു റീലുണ്ടല്ലോ, ക്ലാസ്സിൽ കെമിസ്ട്രി ബുക്ക് കണ്ടിട്ട് എനിക്ക് കിളി പോയി അണ്ടി പോയി അണ്ണാനെ പോലെയൊക്കെ ഇരുന്നാണ് നമ്മളിപ്പോൾ നമ്മൾ മൊത്തം സ്കിൻ കെയർ പഠിച്ച് ഇനി ആസിഡ് വെച്ചുള്ള കടിയെ സാലിസിലിക് ആസിഡ്, നൈസിനമേഡ്, പിന്നെ എന്തൊരു വിറ്റാമിൻ സി, ഗ്ലൈക്കോണിക് ആസിഡ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആസിഡ് കൊണ്ടുള്ള കളിയാണ്. ഓക്കെ, അപ്പോൾ 2% നിയാസിനമേഡ് കറക്റ്റായ എനിക്കറിയില്ല, എനിക്ക് പറയുമ്പോൾ തെറ്റിപ്പോവും. ഓക്കെ, സാലിസിലിക് ആസിഡ് എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ 2% നിയാസിനമേഡ് ഉള്ള സിംപ്ലി ബ്രൈറ്റ് ഫേസ് പാക്ക് ഞാനൊരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു. ഓക്കെ, അതാണ് ഉള്ളത് വിത്ത് ഹൈലോറൊരു ആസിഡ് വെള്ളം. നിങ്ങൾ പ്ലം ഗുഡ്നെസ് തപ്പി നിങ്ങൾക്ക് നല്ല ഓഫർ കിട്ടും, എല്ലാം കോംബോയിലൊക്കെ കിട്ടും. അതിട്ട് ആദ്യം നിങ്ങൾ ഫേസ് വാഷ് ഇട്ട് കഴുകണം. ഓക്കെ, ഞാൻ ഈ ഫോണൊന്ന് വെച്ചോട്ടെ. ഓക്കെ, ഫേസ് വാഷ് ഇട്ട് കഴുകണം. നന്നായിട്ട് കഴുകിയതിന് ശേഷം മുഖം നല്ലൊരു ടവൽ കൊണ്ട് തുടയ്ക്കണം. അല്ല ഇച്ചി തുടച്ചതൊന്നും കൊണ്ടിട്ട് തുടയ്ക്കല്ലേ. ഞാൻ പണ്ടൊക്കെ ശീലം ജിമ്മിൽ പോയിട്ട് ആ ടവലിട്ട് തന്നെ വേർത്ത് കുടിച്ചിട്ട് അതിട്ട് എനിക്ക് തുടച്ചിട്ടാണെങ്കിൽ ഇവിടെ മൊത്തം ആക്നെയൊക്കെ ഉണ്ടാകും.
2 വന്നാണ് പോയി, കുഴപ്പമില്ല. അതൊക്കെ എൻ്റെ വൃത്തിയുടെ ശീലമായിരിക്കും. ഇത്ര നേരം അതിട്ട് തന്നെ തുടയ്ക്കും. ജിമ്മിൽ പേർക്കും അങ്ങനെ തുടയ്ക്കും. അങ്ങനെ തുടയ്ക്കുക ഭയങ്കര ആക്നെയൊക്കെ വരും. അങ്ങനെ ജിമ്മിൽ യൂസ് ചെയ്യണം, അല്ലാതെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒന്നും ഉപയോഗിച്ചുകൂടാം. ഓക്കെ, നല്ല തുണിയിട്ട് തുടയ്ക്കണം. അടുത്ത് ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ ടോണറാണ്. ഈ ടോണർ പ്ലമ്മിൻ്റെ നല്ല കാണുമ്പോൾ നല്ല തടവി എടുക്കാൻ തോന്നുന്നു. ഓക്കെ, ഇത് 3% നിയാസിനമേഡുള്ള നിയാസിനമേഡുള്ള ടോണറാണ്. ഇതും റൈസ് വാട്ടറാണ് ഗൈസ്. ഞാൻ കാണിക്കല്ല എന്ന് വെച്ചാൽ ആദ്യം ഇതിലൊക്കെ അവർ പറയുന്നത് വെച്ചാൽ പോർസ് പോകാനും പിന്നെ എന്താ ഭയങ്കര ബ്രൈറ്റനിങ് ആവാനും. ഇത് നിങ്ങൾ എടുക്കണം, കണ്ണടക്കണം, കണ്ണ് തുറന്ന് എരിയും, കണ്ണിച്ചിട്ട് അല്ലെങ്കിൽ 2 സ്പ്രേ അടിക്കണം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഇട്ട് തുടയ്ക്കുന്നു. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ വാരി തുടയ്ക്കുന്നു, ഒരു ബലമില്ലേ, എന്നിങ്ങനെ പതുക്കെ ഇങ്ങനെയുള്ള സ്ഥലത്തിൽ ഇങ്ങനെ എന്താ പറയുക ഒപ്പിക്കൊടുക്കണം. ഓക്കെ, ഇംഗ്ലീഷിൽ എന്തിനാ പറയുന്നതെന്ന് എനിക്കറിയില്ല, എന്തിനും ഉണ്ടായിരുന്നില്ല, ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒപ്പിക്കൊടുക്കാം. ഓക്കെ, അങ്ങനെ അത് ലൈക്ക് ഇട്ടിട്ട് അടുത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് ഗൈസ്. ഇത് അവരുടെ ഒരു ക്യൂട്ട് സിറമാണ് ഗൈസ്, കാരണം നല്ല ചുന്ദരിയായിട്ടുള്ള സിറമാണ്. ഓക്കെ, ഈ സിറത്തിൻ്റെ പ്രത്യേകത എനിക്ക് ബാക്കി സിറമല്ല, നമ്മൾ യൂഷ്വലി വാട്ടറിൻ്റെ ഇത് നമുക്ക് നല്ല അരിവെള്ളം ഇതും അരിവെള്ളത്തിൻ്റെ നല്ല കഞ്ഞിവെള്ളം കണ്ടോ, ഇങ്ങനെ ടെസ്റ്റർ കണ്ടോ, ലൈക്ക് ഞാൻ വേണം ഒരു തുള്ളി ഇട്ട് കാണിച്ചു തരാം. കണ്ടോ, ലൈക്ക് ഇതിൻ്റെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നോൺ ഗ്രീസി ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റാണ്. ഇടുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ആ സിറമാണ്. ഓക്കെ, അപ്പം അതൊരു 2 or 3 drops, 1 2 3 ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇത് രാവിലെയും വൈകിട്ടും ടോണർ, ഫേസ് വാഷും ടോണറും സിറവും ഒക്കെ രാവിലെയും വൈകുന്നേരം യൂസ് ചെയ്യണം. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ മോയ്സ്ചറൈസർ, പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ. ഞാനിപ്പോൾ കറൻറ്റ്ലി എനിക്ക് പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ എനിക്ക് ഓഫർ കോംബോ ഇത് കിട്ടിയില്ല. ഓക്കെ, ഭയങ്കര പൈസയൊന്നുമില്ല, എന്നാലും ഞാൻ കുറച്ച് ദാരിദ്ര്യം പിടിച്ച് നടക്കുന്നുണ്ട്, എനിക്ക് അതിന് കോമൺ. അതുകൊണ്ട് ഞാൻ കറൻറ്റ്ലി വേറെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ അടിപൊളി എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ സംഭവം ഈ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ കണ്ടത് അഹാന കൃഷ്ണ വേറെ കുറേ പേര് പറഞ്ഞു അടിപൊളി മോയ്സ്ചറൈസർ എന്നാണ് പറയുന്നത്. കേസ് എനിക്ക് ഉപയോഗിക്കാത്തതുകൊണ്ട് അറിയത്തില്ല, കാണുമ്പോൾ തന്നെ വാങ്ങിച്ചു അവരിങ്ങനെ കയ്യിലൊക്കെ തേക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഭയങ്കര നോൺ ഗ്രീസി ആയിട്ടുള്ള സംഭവം. അപ്പം ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അപ്പം ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ബാക്കി പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ കറൻറ്റ്ലി ഇപ്പം വേറെ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ ഉപയോഗിക്കുന്നത് എനിക്ക് കൂടുതൽ മോയ്സ്ചറൈസറുണ്ട്, ധർമ്മയുടെ മിനിമലിസ്റ്റിൻ്റെ ഏതൊക്കെ ഉണ്ട്. ഓക്കെ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ തന്നെ ഇതാ സൺസ്ക്രീനാണ്. ഓക്കെ, സൺസ്ക്രീൻ ഇതും അരിവെള്ളത്തിൻ്റെയാണ്. ഇതും 2% നൈസിനമേഡ്. നേരത്തെ ഞാൻ സിറത്തിൻ്റെ നൈസിനമേഡ് കണ്ടക്റ്റ് പറഞ്ഞില്ലല്ലേ, സിറത്തിന് 10% നിയാസിനമൈഡാണ്, ഇത് 2% നിയാസിനമൈഡാണ്. ഓക്കെ ഗൈസ്, ഇത് SPF 50 PA+++, 3+ ആണ്, 3+. ഓക്കെ, ഫിസിക്കൽ റിയാക്ഷൻ ആണ്. എന്താണ് ഫിസിക്കൽ റിയാക്ഷൻ ആണ് വിത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽസ് ആൻഡ് ഫിൽറ്റേഴ്സ്, അത് നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പം ഈ സൺസ്ക്രീൻ ഇടാണ്ട് അറിയാലോ, ഈ 2 വിരലിലാണ് എടുക്കുന്നത്. 2 വിരൽ അത് നിങ്ങൾക്ക് കുറേ പൈസയൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറേ സാധനമൊക്കെ ഉണ്ടെങ്കിൽ 2 വിരലൊക്കെ അങ്ങ് തേച്ചെടുത്ത് അങ്ങ് ഇട്ടോ. പക്ഷെ എൻ്റെ ഇല്ല, എനിക്ക് സാധനമൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. ഞാൻ മിനിറ്റ് വെച്ച് വെളിയിലോട്ട് ഓടുന്നുണ്ട്, എനിക്കിതൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് പേരിന് വേണ്ടിയിട്ട് എനിക്ക് ഇടണമെന്നുണ്ട്, ഇടണമെന്നുണ്ട്. ഞാൻ എന്നാലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എനിക്ക് ഈ 2 വിരലിലൊക്കെ ഇടണം, അത് കാണിക്കാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് പൈസ കിട്ടുള്ളൂ. പൈസ കിട്ടിയാൽ എനിക്ക് വേണം ഞാൻ നിങ്ങൾക്ക് ഈ കൈ മൊത്തം തേച്ചൊക്കെ ഇട്ടുള്ള കാണിച്ചു തരാം. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ എനിക്ക് ഈ വിരലിൻ്റെ ഇവരുടെ കാല് ഉമ്പടിയായിട്ട് എനിക്ക് ഇടാൻ പറ്റും. ഇത്ര ഉമ്പടി എടുത്തിട്ട് ഞാൻ ഇടും മുഖത്തിട്ട്, പിന്നെ വീണ്ടും കുറച്ച് ഉമ്പടി എടുത്ത് കഴുത്തിൽ തേക്കും, ചെവിയിലെ ബേക്കിൽ തേക്കും, കയ്യിലും കാലിലൊക്കെ തേക്കണമെന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാൻ, ഇത് പൈസയില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നല്ല ഇതുപോലത്തെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടുമ്പോൾ ഞാൻ ചുറ്റിയൊക്കെ വെച്ചുകൊണ്ട് പോകും. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാണ് പോകണത്. അപ്പം നമ്മൾ അങ്ങനെ എടുക്കണം, അങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടണം. ഓക്കെ, ഇനി അടുത്ത് അപ്പം നമ്മൾ ഇങ്ങനെ ഇടണം. പിന്നെ ഞാൻ പ്ലമ്മിൻ്റെ പിന്നെ എനിക്ക് പിന്നെ അതെവിടെ പോയി അതായിരിക്കുന്നു. ഇത് ഞാൻ പ്ലമ്മിൻ്റെ അവിടെ നിന്ന് കാണിക്കുന്നതാണ്. ലിപ്സ്റ്റിക് കറൻറ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഞാൻ ചുമ്മാ കാണിക്കുന്നത്, ഈ സ്കിൻ കെയറിൻ്റെ ഭാഗമല്ല, ഞാൻ ചുമ്മാ പോയ വഴിക്കൊരു പട്ടി ഷോ കാണിക്കുന്നതാണ്.
ഭയങ്കര ന്യൂഡാണ് ഗൈസ്, അടിപൊളിയാണ്. കണ്ട കണ്ട നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല കാണാൻ പറ്റുന്നുണ്ട്. സൂപ്പർ അല്ലേ? എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അച്ചോടാ എനിക്ക് എന്നെ കണ്ടു ക്രഷ് അടിച്ചു. ഓക്കെ ഓക്കെ അപ്പം ക്രഷ് അടിച്ചിട്ട് എന്തൊരു പറഞ്ഞു നിർത്തിയ ക്രഷോ ഇത് സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വെളിയിലൊക്കെ പോകണം ഗൈസ്. പിന്നെ ഞാൻ കറൻലി പിന്നെ ഈ സംഭവം തന്നെ ഞാൻ രാത്രി ഉപയോഗിക്കണം. പിന്നെ രാത്രി ഉപയോഗിക്കുമ്പോൾ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ രാത്രി ഞാൻ സൺസ്ക്രീൻ ഒന്നും ഇടില്ല, മോയ്സ്ചറൈസർ വരെ നീക്കം. സൺസ്ക്രീനിന് പകരം ഞാൻ ലൈക്ക് ഇത് ലൈക്ക് എന്താണോ അവർ തന്നുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കണമെന്നൊന്നും ഇല്ല, എനിക്ക് ലൈക്ക് ഓഫറിൽ കിട്ടിയോണ്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് ലൈക്ക് പ്ലമ്മിൻ്റെ നൈറ്റ് ജെല്ലാണ്, ഗ്രീൻ ടീയുടെ അരിവെള്ളം തീർന്ന് അരിയൊക്കെ തിളപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ കഴിച്ചു. ഓക്കെ, അരിവെള്ളത്തിൻ്റെ തീര്, അപ്പം കഞ്ഞിവെള്ളത്തിൻ്റെ അല്ലാത്ത എന്തൊരു ഗ്രീൻ ടീയുടെ നൈറ്റ് ജെല്ലാണ്. ഓക്കെ, ഇത് ചുമ്മാ നിങ്ങളൊന്ന് ഉറങ്ങണം. ഉറങ്ങിയിട്ട് വേറൊരു കാര്യം, നമ്മൾ ഉറങ്ങുമ്പോൾ ചിലവർക്ക് സൈഡ് തിരിഞ്ഞൊക്കെ കിടന്ന് ഉറങ്ങിയാലേ സമാധാനം കിട്ടുള്ളൂ. എനിക്കും സൈഡ് തിരിഞ്ഞ് തലയണയെ കുമ്മ വച്ചൊക്കെ കിടന്നാലേ ഉറക്കം വരുള്ളൂ. അപ്പം അങ്ങനെ വെച്ച് എന്ത് ചെയ്യും, നമ്മൾ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് വാങ്ങുന്ന ഈ സാധനങ്ങളൊക്കെ തലയണ പിറ്റേ ദിവസം വെളുത്തിട്ട് പാറും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉറങ്ങുന്നതിനെ കുറച്ച് മുന്നേ നിങ്ങൾ ഉറങ്ങിയിട്ട് എന്തായാലും ആരും പെട്ടെന്ന് ഇട്ടുടനെ ചാടിക്കറി ഞാൻ ഇട്ടുടനെ ചാടിക്കറി ഉറങ്ങും. ഞാൻ ഉറങ്ങി ഫോൺ നോക്കി വേണ്ടി അതോടെ ഞാൻ ഉറങ്ങണേന് 2 മണിക്കൂറല്ലോ, ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ മുന്നേ ഞാൻ ഉപയോഗിച്ചിട്ട് വന്ന് കിടക്കും. എന്നിട്ട് ഞാൻ പിന്നെ മാക്സിമം ഞാൻ ഇപ്പം ഇങ്ങനെ കിടന്നതിന് ഉറങ്ങാൻ നോക്കും. പക്ഷെ ഞാൻ ഇടയ്ക്ക് തിരിയും. അപ്പോൾ കുറച്ച് നേരമെങ്കിലും മുഖത്ത് പിടിക്കണമെങ്കിൽ കുറച്ച് നേരത്തെ ഞാൻ ഇടും, കുറച്ച് നേരത്തെ ഇട്ടിട്ട് കിടക്കും. അപ്പം നിങ്ങളും അങ്ങനെ തലയണയെ കുമ്മ വെച്ച് കിടക്കുന്നവരാണെങ്കിൽ നിങ്ങളും നേരത്തെ ഇട്ടിട്ട് കിടക്കണം, എന്നാലേ നിങ്ങൾക്കും ഇടാൻ പറ്റും. എന്നിട്ട് ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ. പിന്നെ ഈ പ്രോഡക്റ്റ്സ് അല്ലാതെ ഞാൻ എന്ത് ഉപയോഗിക്കുന്നത് വെച്ചാൽ, എനിക്ക് ടാനൊക്കെ വരുമ്പോൾ തോന്നിയാൽ ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഞാനിപ്പോൾ ഹോസ്റ്റലാണ്. അപ്പം എനിക്ക് പറ്റത്തില്ല, ഞാൻ ശനി ഞായർ വീട്ടിൽ വരുമ്പോൾ മാത്രമേ അതൊക്കെ ഉപയോഗിക്കുള്ളൂ. ഞാൻ ഉപയോഗിക്കുന്നത് മുൾത്താനി മുട്ടി ഇടയ്ക്കിടും. മുൾത്താനി മുട്ടി റോസ് വാട്ടറും കൂടി. റോസ് വാട്ടർ മുഖത്ത് സ്പ്രേ ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്പ്രേ ചെയ്യാൻ നല്ല കമ്പനി റോസ് വാട്ടർ നമുക്ക് ഗുഡ് വൈബ്സിൻ്റെ ഒക്കെ കൊള്ളാൻ തോന്നുന്നു. ഓക്കെ, അപ്പം അടുത്ത് റോസ് വാട്ടറും മുൾത്താനി മുട്ടിയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ അല്ലാതെ ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന തൈര്, ഉരുളക്കിഴങ്ങ്, അരിപ്പൊടി, പിന്നെന്തേലും മഞ്ഞപ്പൊടി, നല്ല കസ്തൂരി മഞ്ഞൾ, ഇതൊക്കെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ടാൻക്ക് കുറയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ കണ്ടൻറ്റ്. കോണ്ടൻറ്റ്. ഓക്കെ, ഞാൻ ഈ കോണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തത്, ഞാൻ എവിടെ ചെന്ന് ഇങ്ങനെ ആരുടെ കോണ്ടൻറ്റ് എന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് പറയുന്നു ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ടെങ്കിൽ പറയരുത് കേട്ടോ ഗൈസ്. ആക്ച്വലി കോണ്ടൻറ്റ് അതാണ് പ്രൊണൗൺസിയേഷൻ. ഇപ്പോൾ എല്ലാവരും കണ്ടൻറ്റ് എന്ന് പറയും. ഞാനിപ്പോൾ ഈ ആൾക്കാർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഞാൻ കോണ്ടൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാനിപ്പോൾ അവരുടെ കണ്ടൻറ്റ് എന്ന് പറയും. കോണ്ടൻറ്റ് തന്നെ, കോണ്ടൻറ്റ് പിന്നെന്താ പറയുക, ഇങ്ങനത്തെ ചില വാക്കുകളുണ്ടെല്ലാം തെറ്റിച്ച് പറഞ്ഞാൽ ഹാഫ് എന്നാണ് പറയുന്നത്, ഹാവ്. ഓക്കെ, അപ്പം വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നത്. ഞാൻ അടുത്ത ആഴ്ച പോലെ എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് കാണും. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്നുണ്ട് ക്ലാസ്. എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ഉപകാരമെന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് എല്ലാം ഇപ്പം ഇംഗ്ലീഷ് ക്ലാസ് വരെ ഞാൻ ഗീവ് അവേ തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും 2 ഇംഗ്ലീഷ് വാക്ക് വെച്ച് ഞാൻ പഠിപ്പിച്ചു തരും. അപ്പം ഓക്കെ അങ്ങനെ അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം, എന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്തു. എനിക്ക് സന്തോഷമായിരുന്നു ഇങ്ങനെ ഈ പാടുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് റിവ്യൂ അയക്കും. ഓക്കെ, അപ്പം അവിടെയാണ് എൻ്റെ വിജയം. ഇൻസ്റ്റയിൽ റീൽസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇപ്പം ഞാൻ പറയാം, എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മെസ്സേജ് അയക്കുന്നത് കൊച്ചു പിള്ളേരാണ്, കുഞ്ഞു പിള്ളേർ ഒരു 10+ കഴിഞ്ഞിട്ട് എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പം ഗേൾസിനെ കാട്ടി ഇപ്പോൾ ബോയ്സ് അയക്കുന്നുണ്ട്. കാരണം നമ്മുടെ ലൈക്ക് അതെന്തൊരു ഗൈസ് എന്തൊരു പറഞ്ഞു ഞാൻ മയിലെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് സന്തോഷം ചെറിയ പയ്യന്മാർ അയക്കുന്നുണ്ട്. അപ്പം പണ്ടത്തെ ലൈക്ക് സ്കിൻ കെയറിൽ ബോയ്സ് മാത്രം ഗേൾസ് മാത്രം ചെയ്യുന്ന ആ കോൺസെപ്റ്റൊക്കെ കുട്ടികളുടെ ഇടയിൽ തന്നെ ഇല്ലാണ്ടായി. എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കരമായിട്ട് സെൽഫ് ലവ്
സെൽഫ് റെസ്പെക്ട്, കോൺഷ്യസ് ഒക്കെ ആയിരിക്കുന്നു ഗൈസ്. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും ഇങ്ങനെ ഉപയോഗിക്കുന്നതിന്. ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് എന്നെ 2-3 ബോയ്സ് പറഞ്ഞ് ഭയങ്കര റെക്കമെൻഡ് ചെയ്തിട്ടാണ് ചെയ്യ് യൂട്യൂബിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് റീൽസ് ചെയ്യാണ്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാൻ. അപ്പോൾ ഇവിടെ 15 മിനിറ്റ് അറിയാം. അപ്പം ഞാൻ നിർത്തുന്നു. ഓക്കെ ബൈ. അപ്പം എല്ലാവരും നന്നായിട്ട് ചെയ്യുക. അപ്പം എല്ലാവരും റിവ്യൂ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ടിൻ 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 ടിൻ. ഇപ്പം നിങ്ങൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ ഓണത്തിന് അവധി അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ സ്കൂളിലെ ബെല്ലെന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ കിണക്കിണ കിടക്കുക. ഓഫീസിലുള്ളവർ ഓഫീസ് ബെല്ലെന്ന് കിണന്ന് എൻ്റെ ബെല്ലടിക്കുക. എൻ്റെ ബില്ലല്ല, എൻ്റെ വീഡിയോയുടെ താഴെയുള്ള ബിൽ. ഓക്കെ, അപ്പം അടിക്കുക ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഓക്കെ ബൈ ഗൈസ്. അപ്പം നിങ്ങൾക്കല്ല എന്തെങ്കിലും സ്കിൻ കെയർ ഡൗട്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാൻ അടുത്തടുത്ത് എന്ത് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വ്ളോഗ് വേണം, സ്കിൻ കെയർ വേണം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ, ലവ് യു. അപ്പം എല്ലാവരും മറക്കണ്ട ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഗൈസ്. ഓക്കെ ബൈ.